ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ പാലട പ്രഥമനാണ് കേട്ടോ. നല്ല പിങ്ക് കളറായിട്ടുള്ള പാലട പ്രഥമൻ കാണാൻ നല്ല ചന്തല്ലേ. ചന്തം മാത്രല്ല കേട്ടോ, നല്ല ടേസ്റ്റുമാണ്. അപ്പൊ നമുക്കിന്ന് പാലട പ്രഥമൻ ഉണ്ടാക്കാം അല്ലേ. അതിന് വേണ്ടിയിട്ടേ 1/2 കിലോ പാലട ഉണ്ടല്ലോ, ഞാൻ 10 മിനിറ്റ് നല്ല തിളച്ച വെള്ളത്തിൽ ഇട്ട് കൊടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്ന് കഴുകിയിട്ട് ഒരു 5 മിനിറ്റ് പച്ചവെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ലിറ്റർ പാല്, കാച്ചാത്ത പാലാണ്. പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, 3/4 കിലോ പഞ്ചസാരയും നെയ്യും. നമുക്ക് ഫസ്റ്റ് ഈ പഞ്ചസാര ഒന്ന് കാരമൽ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഉരുളി വെച്ചിട്ടുണ്ട്. നല്ല കാഞ്ഞു വന്നതും പഞ്ചസാര അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുപ്പ് സിമ്മിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ സിമ്മിൽ വെച്ചിട്ട് നമ്മൾ ഈ പഞ്ചസാരനെ നല്ല ഒന്ന് ഉരുക്കിയെടുക്കാം. ഇളക്കി കൊടുക്കണം കേട്ടോ. ഇളക്കി കൊടുത്തില്ലെങ്കിൽ അത് അടിയിൽ പിടിച്ചിട്ടേ പഞ്ചസാര ഒരു പുകച്ചൂര അടിക്കും. പിന്നെ പായസം ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഒന്നായിട്ട് ഒരു പുകച്ചൂര ഇരിക്കാം. നമ്മൾ ഈ പഞ്ചസാര ഉരുക്കണയിലാണ് നമ്മുടെ പായസത്തിന്റെ കളർ കിട്ടോ. അതുകൊണ്ട് നോക്കി ചെയ്യാ. കണ്ടില്ലേ നല്ല ഒന്ന് ഉരുകി വന്നിക്കണത്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 ലിറ്റർ വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഈ വെള്ളം ഒഴിക്കുമ്പോൾ കട്ടി പിടിക്കും. അതുകൊണ്ട് ആരും ബേജാറാണ്ട ആവശ്യമൊന്നുമില്ല. വെള്ളം തിളക്കെ പഞ്ചസാരയും ഒക്കെ ഒന്ന് അലിഞ്ഞു വരും കേട്ടോ. കണ്ടില്ലേ നമ്മുടെ വെള്ളം കായ പഞ്ചസാര ഒക്കെ ഒന്ന് ഇളകി വരുന്നത്. ഇപ്പൊ നല്ലൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. വെള്ളം തിളക്കെ അത് നല്ലൊന്ന് ഉരുകി വരും. ഞാൻ ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നല്ലൊന്ന് തിളക്കട്ടെ. കണ്ടില്ലേ നല്ലൊന്ന് തള വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പാലൊഴിച്ചു കൊടുക്കാം. പാലൊഴിക്കുമ്പോ തന്നെ കണ്ടില്ലേ നല്ലൊരു കളറ്, ഇപ്പൊ ലൈറ്റ് പിങ്ക് കളർ ആയിട്ടുണ്ട് അല്ലേ. ഇനി ഈ പാല് വറ്റ ഒന്നും കൂടി കളർ വരും കേട്ടോ. അപ്പൊ പാല് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മള് പാലട വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതാണ്ട് വെള്ളം കൂട്ടിയിട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പാലട ഇട്ടിട്ട് നല്ലൊന്ന് ഇളക്കി കൊടുക്കാം. ഈ പാലട കിടന്ന് പാലില് നല്ലൊന്ന് വെന്ത് വരണം കേട്ടോ. നല്ലൊന്ന് വെന്ത് വരട്ടെ. അപ്പത്തിന് പാലൊക്കെ ഒന്ന് വറ്റി ഒന്നൊന്ന് കുറുകി വരും കേട്ടോ. നമ്മള് ഫുൾ ഫ്ലെയിമിൽ ഇട്ട് വെച്ചിട്ട് നല്ലൊന്ന് വേവിച്ചെടുക്കാം. പെട്ടെന്ന് തിളക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടി വെക്കാം. മൂടി വെച്ച പെട്ടെന്ന് തിളച്ചു വരും. മൂടി വെച്ചിക്കണു പറഞ്ഞിട്ട് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കൊന്നും പോകാൻ നിൽക്കണ്ട. പാലാണ് സാധനം, തിളച്ചു പോകണ്ടും. അതുകൊണ്ട് ഇളക്കൊക്കെ ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കുക. നല്ലൊന്ന് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ പാലട അടിയിൽ പോയിട്ട് തങ്ങി നിൽക്കും. അതുകൊണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇനി അതവിടെ കിടന്ന് തിളച്ച് വറ്റട്ടെ. ഇനി നമുക്ക് ഏലക്ക ഒന്ന് പൊടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 3 സ്പൂണ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഒരു 8-9 ഏലക്ക എടുത്തിട്ടുണ്ട്. ഒരു നുള്ളു ഉപ്പും. നമ്മുടെ പഞ്ചസാരനൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപ്പ് ഇടുമല്ലോ. അപ്പൊ 3 പാടെ ഇട്ടിട്ട് ഞാൻ നല്ലൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് പായസത്തിലേക്ക് കൊട്ടിയിട്ട് നല്ലൊന്ന് ഇളക്കിയെടുക്കാം. അപ്പൊ ഈ ഏലക്കണ്ട് ഇട്ട് കൂടുമ്പോൾ നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അതവിടെ കണ്ടില്ലേ നല്ലൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നെയ്യ്, അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്ന് എടുത്തിട്ട് വറുത്ത് കൊട്ടാം. ഞാൻ താളിക്കണ കയ്യിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ നെയ്യ് ഒന്ന് കാഞ്ഞു വന്നതും അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പതുക്കെ ഇളക്കി കൊടുത്തിട്ട് നമ്മുടെ പായസത്തിലേക്ക് കൊട്ടിക്കൊടുക്കാം. നമ്മുടെ പായസം കണ്ടില്ല ഒന്നും കൂടി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ അതിൽ കൊട്ടിക്കൊടുക്കാം. ഇതിലും കുറുക്കണമെങ്കിൽ നല്ലൊന്ന് കുറുക്കിയെടുക്കാം കേട്ടോ. ഇപ്പൊ ഞാനിപ്പോ ഈ ഒരു അളവിനെ എടുക്കുന്നുള്ളൂ. കുറുക്കണമെങ്കിൽ ഒന്നും കൂടി കുറുക്കിയെടുത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ കുറുക്കണ്ടവർക്ക് ഒന്നും കൂടി കുറുക്കിയെടുക്കാം. ഇപ്പൊ കണ്ടില്ലേ നമ്മുടെ പാലട പ്രഥമൻ ഇവിടെ റെഡി ആയി വന്നില്ലേ. നല്ല കളർ വന്നിട്ടില്ലേ, നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നമുക്ക് വേറൊരു വീഡിയോയിലേക്ക് കാണാം.